ഹായ് ഹലോ ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു മാംഗോ മിൽക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായി നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള മാംഗോ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു 5 മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതല്ല നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ. മാങ്ങ അരച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നീട് ഒരു ബൗളിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസും പാടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് ബീറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ നന്നായി ബീറ്റായി തുടങ്ങിയാൽ നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നീട് നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഫ്ലോർ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മാംഗോ പ്യൂരിയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന 1/2 കപ്പ് മാത്രം ഉപയോഗിക്കുക. ബാക്കിയുള്ളത് നമുക്ക് ആവശ്യം വരും കേട്ടോ. ഞാൻ പറഞ്ഞു തരണ്ടേ. അങ്ങനെ മാംഗോ പ്യൂരി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 1/4 കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 തവണയായിട്ട് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവണ്. അങ്ങനെ പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേനും നമുക്കൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ 30 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് കേക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കേക്കിൻ്റെ മീതെ ഒഴിക്കാനുള്ള ഒരു സിറപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് 1 കപ്പ് മാംഗോ പ്യൂരി ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ്. പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ കേക്കിലോട്ട് ഒഴിക്കണ സിറപ്പ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമും തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ സ്പഞ്ച് വന്നിട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു സ്പഞ്ചാണ് കേട്ടോ. അങ്ങനെ ഈ കേക്കിൻ്റെ ബേസ് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ സിറപ്പ് കേക്ക് അബ്സോർബ് ചെയ്യണ രീതിക്ക് വേണം നല്ല പോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്യൂര് കേക്കിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിലോട്ട് നല്ല പോലെ സിറപ്പൊക്കെ അബ്സോർബായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്രീം ഇതിലോട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ ക്രീമൊക്കെ തേച്ചതിന് ശേഷം കേക്ക് ഒരു ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെക്കുക. അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പ്യൂരി ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കേക്ക് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും പിന്നെ മാംഗോയുടെ ഫ്ലേവറൊക്കെ മുമ്പിട്ട് നിൽക്കണ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.